അടിപൊളി മൂന്നാമത്തെ അടിപൊളി തകർത്ത് എല്ലാവരും പോയി നല്ലൊരു സിനിമയായിരുന്നു. എല്ലാവരും പോയി കാണുന്ന ഫസ്റ്റ് ട്രൈ ആണ്. അങ്ങനെ തല ഒരു അപാര തലയാണ് ജിത്തു ജോസഫ്. മോഹൻലാൽ എങ്ങനെയുണ്ടായി? എങ്ങനെയുണ്ടമ്മ സിനിമ? ഒന്നിനെ രണ്ടിനേക്കാളും കൊള്ളാവോ? സൂപ്പർ ആയിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. വണ്ണും ടു എങ്ങനെയുണ്ട്? വണ്ണിന് ശേഷം ലാലിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സിനിമ തന്നെയാണോ? അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട് സിനിമ. എങ്ങനെയാണ് ബ്രോ സിനിമ? അടുത്ത ഫോർത്തും കൂടെ വരട്ടെ. ആസ് യൂഷ്വൽ ജോസഫിന്റെ സ്ഥിരം ഒരു ത്രില്ലർ ഫീൽ തന്നെയാണ് ഇതിന്. ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. അയാളുടെ ഫാമിലി രക്ഷിക്കുക ഏതറ്റം വരെയും അവസാനത്തെ ഒരു 45 മിനിറ്റ്സ് കൊണ്ട് അത്രയും ഹെവി ആയിട്ട് അടിപൊളി മേക്ക്. ക്ലൈമാക്സ് അവസാനത്തെ ഒരു 45 മിനിറ്റാണ്. വേറെ വലിയ ടെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ലാസ്റ്റ് 45 മിനിറ്റ്സ് ലാലേട്ടൻ തൂക്കി. ഇഷ്ടപ്പെട്ടോ? എന്താ ഇഷ്ടപ്പെട്ടത്? മോഹൻലാൽ അമ്മ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. മോഹൻലാലിന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? മോഹൻലാലിന്റെ അഭിനയം എങ്ങനെയുണ്ട്? ഒന്നും രണ്ടിന് ശേഷം എങ്ങനെയുണ്ട്? ഒന്നും രണ്ട് കണ്ടതിന് ശേഷം എങ്ങനെയുണ്ട് ഈ സിനിമ? ഉറപ്പായിട്ടും ത്രില്ലറൊക്കെ ഉണ്ട്. ലാലേട്ടൻ്റെ ബർത്ത്ഡേ കൊടുക്കാൻ പറ്റിയ സിനിമ തന്നെയാണ്. ഓക്കെ. നമ്മൾ വിചാരിക്കാത്ത ട്വിസ്റ്റൊക്കെയാണ് അതിൽ കൂടുതലുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കൂല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ലാലേട്ടൻ പറയണ്ടല്ലോ, മാസ ക്യാരക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇനിയിപ്പം ട്വിസ്റ്റൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും പോയി കാണുക. നല്ല അടിപൊളി പടമാണ്. ഒരു 100 കോടി ക്ലബ്ബിൽ അടിക്കാൻ പറ്റുമോ? നല്ല അഭിനയം. ഒരു 100 കോടി ക്ലബ്ബിൽ എത്തുമോ? തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. നല്ല ചിത്രമാണ്. സിനിമ സൂപ്പർ പടം. നന്നായിട്ടുണ്ട്. വളരെ എന്താ പ്രധാനമായിട്ടും ശ്രദ്ധിക്കപ്പെടാവുന്ന എന്താ ഉള്ളത് അതിനകത്ത്? ഒന്നും ഇമാജിൻ ചെയ്യാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ. സസ്പെൻസ് ഇട്ടതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള. ലാലേട്ടൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ. ലാലേട്ടൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടൻ ഒരു 100 കോടി ക്ലബിലെത്തിയോ? അതിന് മേളിൽ പോകുന്നില്ല. ഓക്കെ. സിനിമ പൊളി പൊളി. അടുത്ത അടിപൊളി. അടുത്ത 4 വെയിറ്റിംഗ് ആണ് സിനിമ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? 4 വേണ്ടി വെയിറ്റ് ചെയ്യണോ? സസ്പെൻസ് ഒക്കെ വർക്കായോ? ജിത്തു ജോസഫിന്റെ ക്രിയേറ്റിവിറ്റി 1 ഉം 2 ഉം കൂടെ നോക്കുമ്പോൾ ഏതാണ് ബെസ്റ്റ്? 3 ലാലേട്ടൻ്റെ ബർത്ത്ഡേ കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് തന്നെയാണോ? ഓക്കെ. ലാലേട്ടൻ എങ്ങനെയുണ്ട്? പ്രതീക്ഷിച്ച പോലൊക്കെ വന്നോ? ഭയങ്കര അടിപൊളി സിനിമ. നല്ല വൈബ്. കൂട്ടുകാരോടൊക്കെ പറയോ? എല്ലാവരും നാളെ കാണുമോ? ലാലേട്ടന് ഇഷ്ടപ്പെട്ടോ? അല്ല 1 ഉം 2 ഉം കണ്ടിരുന്നോ? അതിനേക്കാളും ഇഷ്ടപ്പെട്ടോ 3? 4 വേണ്ടി വെയിറ്റിംഗ് ആണോ?